ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രോസ് അപ്രീസിയേഷൻ. അപ്പോൾ എന്താണ് പ്രോസ്, ടൈപ്സ് ഓഫ് പ്രോസസ്, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫോർ എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് പ്രോസ് റൈറ്റിംഗ് it is essential to know the marks which distinguish prose from poetry. In general, we are able to identify poetry quite easily. We also find it easier to appreciate poetry than prose. However, the following specific distinguished characteristics are not worthy. Okay? ഫസ്റ്റ് പറയുന്നതാണ് പോയട്രി ഹാസ് എ വിസിബിൾ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഫോമൽ പാറ്റേൺ. പോയട്രിക്ക് എന്താണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫോമൽ പാറ്റേൺ ഉണ്ട്. ഇൻ ദിസ് മെട്രിക്കൽ ഇറ്റ് ഈസ് മെട്രിക്കൽ ആൻഡ് റിട്ടൺ അക്കോർഡിംഗ് ടു ഫുട്സ്, ലൈൻസ് ആൻഡ് സ്റ്റാൻസ. Differ from poetry have quite a specific format. For example, sonnets have 40 lines. Prose, on other hand, has formal division only the sentence, paragraph, and it is not metrical. എന്താണ് പോയട്രി എന്ന് പറയുന്നത്, ഒരു മെട്രിക്കൽ ഒരു ഫോം ഉണ്ടായിരിക്കും. ഇപ്പോൾ സോണറ്റ് എന്ന് പറയുമ്പോൾ 40 ലൈൻസ് ആയിരിക്കും, സ്റ്റാൻസുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുക, നമ്മുടെ ABCB എന്നൊക്കെ പറയുന്നത് പോലുള്ള എന്താ പറയുക, ആ ഒരു ലൈൻ ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് ഓർഡർ ഉണ്ടായിരിക്കും പോയട്രി എന്ന് പറയുമ്പോൾ. പ്രോസ് എന്താണ് അതിനങ്ങനെ മെട്രിക്കൽ ഫോം ഇല്ല, അങ്ങനെ ലൈൻ ബൈ ലൈൻ അല്ല, സ്റ്റാൻസ് ഇല്ല, പാരഗ്രാഫ് ആയിരിക്കും. ഓക്കെ, അതാണ് പ്രോസും പോയട്രി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഒരു സൗണ്ട് പാറ്റേൺ ഉണ്ടായിരിക്കും. പോയട്രിക്ക് എന്താണ്, ഒരു സൗണ്ട് പാറ്റേൺ ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റൈമിംഗ് സ്കീം പോലെ ABAB CB അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള റൈമിംഗ് സ്കീമുകൾ ഉണ്ടായിരിക്കും, ഒരു റിതം ഉണ്ടായിരിക്കും പോയട്രിക്ക്. പ്രോസിന് എന്തായിരിക്കും, പ്രോസിന് ഇങ്ങനെയുള്ള കാര്യം, പ്രോസ് ഈസ് വെരി നാച്ചുറൽ ആസ് ഓപ്പോസിറ്റ് ടു പോയട്രി. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി സ്പോക്കൺ ആസ് എൻ ഓർഡിനറി ലാംഗ്വേജ്. എന്താണ്, ഒരു ഓർഡിനറി ലാംഗ്വേജിൽ നമുക്ക് പ്രോസ് പറയാവുന്നതാണ്. പോയട്രിക്ക് ആണെങ്കിൽ എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോം ഉണ്ട് എന്ത് പോയട്രിക്ക്. പ്രോസിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അടുത്താണ് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പ്രോസ്. എത്ര തരം പ്രോസുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് നരേറ്റീവ് പ്രോസ്. നരേറ്റീവ് പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് പ്രോസ് ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്രോസ് ആണ് നരേറ്റീവ് പ്രോസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ പർപ്പസ് ഓർ ഫങ്ഷൻ ഓഫ് നരേറ്റീവ് പ്രോസ് ഈസ് ടു ടെൽ എ സ്റ്റോറി. ഒരു സ്റ്റോറി പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. വെദർ ട്രൂ ഓർ ഫിക്ഷ്യസ്, എന്താ പറയുന്നത്, സത്യമായിട്ടുള്ള ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ പോലെയുള്ള കഥയോ പറയുക എന്നതാണ് നരേറ്റീവ് പ്രോസ് എന്ന് പറയുന്നത്. ലിറ്ററേച്ചറിലെ നരേറ്റീവ് പ്രോസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസ് കംസ് ഇൻ എ വെറൈറ്റി സ്റ്റൈൽസ് ആൻഡ് ഫോംസ്. എന്താണ്, വിവിധ തരം ഫോമിലും സ്റ്റൈലിലുമാണ് പ്രോസ് വരുന്നത്. അതെന്താണ്, ദ നോവൽ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫോം. However, the short story is also commonly practiced. എന്താ പറയുന്നത്, നോവലും ഷോർട്ട് സ്റ്റോറികളും ഒക്കെ എന്താണ്, ഇറ്റ്സ് എ ഫോം ഓഫ് പ്രോസ്. ഓക്കെ, അടുത്തത് വരുന്നതാണ് സയന്റിഫിക് ഓർ ഇൻഫോർമേറ്റീവ് പ്രോസ്. This is a variety of prose writing whose function is communicate information. എന്താണ്, ഇൻഫോർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള പാരഗ്രാഫുകളെ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷനുകളെ ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻസൈക്ലോപീഡിയാസ്, ഇൻസ്ട്രക്ഷൻ മാനുവൽസ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് അതർ റിപ്പോർട്ട്സ് ബിലോങ്ങിങ് ടു ഈസ് കാറ്റഗറി ഓഫ് പ്രോസ്. ഇതൊക്കെ എന്താണ്, ഈ സയന്റിഫിക് ഓർ ഇൻഫോർമേറ്റീവ് പ്രോസിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്താണ് ആർഗ്യുമെന്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് പ്രോസസ്. എന്താണ്, these forms of prose are more abstract and intellectual than either narrative or informative prose. The function of argumentative prose is to persuade the reader to the writer's point of view in a certain thing. Sounds and rational arguments are offered by the writer to make people think intelligently but about a problem, especially in their own way. എന്താ പറയുന്നത്, ആർഗ്യുമെന്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് പ്രോസ് എന്ന് പറയുന്നത് റൈറ്റർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം. പക്ഷെ അതിലെന്തുണ്ടായിരിക്കും,
നമ്മളുടേതായിട്ടുള്ള ചിന്തയിൽ, നമ്മളുടേതായിട്ടുള്ള വ്യൂവിൽ നമുക്ക് ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ, കുറേ എലമെന്റ്സ് അതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രോസുകളെ പറയുന്നതാണ് എന്താണ് ആർഗ്യുമെന്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് പ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് ഡ്രാമാറ്റിക് പ്രോസ്. എന്താണ് ഡ്രാമാറ്റിക് പ്രോസ്? ദിസ് പ്രോസ് ഈസ് നോട്ട് എക്സാക്ട്ലി എ ഡിവിഷൻ ബൈ ഇറ്റ്സെൽഫ് because a lot of prose writing under the other three headings above can become dramatic. However, the drama is a form of literature can be used poetic or prose language. ഒരു ലിറ്ററേച്ചറിൽ ഡ്രാമ എന്ന് പറയുന്നത് ഒരു പ്രോസ് ലാംഗ്വേജിലും പോയറ്റിക് ലാംഗ്വേജിലും ഉപയോഗിക്കാമെന്ന് പറയുന്നു. which is why this sort of division can be roughly created. Okay, the chief characteristics of dramatic prose is that it strives to capture the pattern of everyday conversation. Okay, it is the often full of ellipses, short forms, slangs and other colloquialisms. It is quite realistic in language and stark in tone. മോസ്റ്റ് മോഡേൺ ഡ്രാമാസ് ആർ റിട്ടൺ ഇൻ പ്രോസ്. എന്താ പറയുന്നത്? മോസ്റ്റ് മോഡേൺ ഡ്രാമകളൊക്കെ പ്രോസ് രീതിയിലാണ് ആ ഒരു ഡ്രാമകളൊക്കെ ടൈപ്പ് ഓഫ് പ്രോസുകളായിട്ടാണ് എന്താണ് പബ്ലിഷ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഈ മോഡേൺ ഡ്രാമാസ് ആർ റിട്ടൺ ഇൻ പ്രോസ് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് അടുത്തത് പറയുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ്. അതിൽ വരുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. Formal communication refers to interchange or information officially. ഒഫീഷ്യലായിട്ട് നമ്മൾ ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The flow of communication is controlled and is a deliberate effort. This makes it possible for the information to reach the desired place without any hindrance at a little cost in a proper way. This is also known as through proper channel communication. ഓക്കെ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമലായിട്ട്, തികച്ചും ഫോർമലായിട്ട്, ഒഫീഷ്യലായിട്ട് നമ്മളൊരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഫോളോയിങ് ആർ ദി ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. താഴെ പറയുന്നതാണ് ഇത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടൺ ആൻഡ് ഓറൽ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ബോത്ത് റിട്ടൺ ആൻഡ് ഓറൽ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാവാം? റിട്ടണും ആവാം, ഓറലും ആവാം. ഓക്കെ, ഡെയിലി വർക്ക്സ് ആർ ഹാൻഡിൽഡ് ത്രൂ ഓറൽ കമ്മ്യൂണിക്കേഷൻ വൈൽ ദ പോളിസി മാറ്റേഴ്സ് റിക്വയർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ബോത്ത് ഓറൽ ആൻഡ് റിട്ടൺ. ഓക്കെ, എഴുതി കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു ചെന്ന് പറയുന്നതും ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ലീവ് ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കുന്നത് വെച്ചാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ഫോർമൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഓറലായിട്ട് പറയുന്നതിനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഫോർമൽ റിലേഷൻസ് പറയുന്നുണ്ട്, പ്രിസ്ക്രൈബ്ഡ് പാത്ത് പറയുന്നുണ്ട്, ഓർഗനൈസേഷണൽ മെസ്സേജ് പറയുന്നുണ്ട്, ഡെലിബറേറ്റ് എഫേർട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ പറയുന്നതാണ് ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് അഡോപ്റ്റഡ് എമംഗ് ദോസ് എംപ്ലോയീസ് വെർ ഫോർമൽ റിലേഷൻ ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ദ സെൻഡർ ആൻഡ് ദ റിസീവർ ഹാവ് സം സോർട്ട് ഓഫ് ഓർഗനൈസേഷണൽ റിലേഷൻസ്. ഓക്കെ, അത് അടുത്ത് വരുന്നതാണ് പ്രിസ്ക്രൈബ്ഡ് പാത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫോർമൽ കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അടുത്താണ് ഓർഗനൈസേഷണൽ മെസ്സേജ്. ദിസ് ചാനൽ ഈസ് കൺസിഡേർഡ് വിത്ത് ഓതറൈസ്ഡ് ഓർഗനൈസേഷണൽ മെസ്സേജസ് ഓൺലി ആൻഡ് ദ പേഴ്സണൽ മെസ്സേജസ് ആർ ഔട്ട് ഫോർ ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, അതിൽ അടുത്തത് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷന് ഒരുപാട് ടൈപ്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് there are two types of formal communication. First one is vertical communication and second one is horizontal communication. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് വാട്ട് ഈസ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ? Vertical communication can be divided into two, and which are they? Downward communication and upward communication. Which are they? Downward communication and
upward communication. And what is downward communication? Okay, downward communication, the communication by top hierarchy with their subordinate is called downward communication. ഒരു കമ്പനിയുടെ ഏറ്റവും മുകളിലുള്ള ആള് അതിലെ താഴ്ന്ന സബോർഡിനേറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ഓർഡേഴ്സ്, റൂൾസ്, ഇൻഫർമേഷൻസ്, പോളിസീസ്, instructions, etc. The chief advantage of the downward communication is that the subordinates get useful, timely information which helps them in their work performance. എന്താ പറയുന്നത്, ഏറ്റവും ഹൈറാർക്കിയിലുള്ള ആള് അവരുടെ സബോർഡിനേറ്റ്സുമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെ ആവാം, ഇറ്റ്സ് എൻ ഓർഡർ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഓർഡർ ആവാം, പോളിസി ആവാം, ഇൻസ്ട്രക്ഷൻ ആവാം, പിന്നെ എന്താണ് പറയുന്നത്, ഒരു റൂളാവാം, അങ്ങനെ എന്തുമാവാം. അതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് ക്വൈറ്റ് ദ റിവേഴ്സ് ഓഫ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ്റെ റിവേഴ്സ് ആണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ദിസ് ഫോളോസ് ഫ്രം സബോർഡിനേറ്റ് ടു ദ സുപ്പീരിയർ. സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷനാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, the subject matter of this communication include suggestions, reactions, reports, complaints, etc. This sort of communication helps the superior in taking decision. എന്താ പറയുന്നത്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കിയിലുള്ള ആളുകൾ, ഏറ്റവും മുകളിലിരിക്കുന്ന ആളുകൾ അവരുടെ സബോർഡിനേറ്റുമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ സബോർഡിനേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നേരെ റിവേഴ്സ് ആണ്. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ്റെ നേരെ റിവേഴ്സ് ആണ് എന്ത്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സിനോട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിനെയാണ്. അല്ലെങ്കിൽ ഇതൊരു കംപ്ലൈൻറ്റ് ആവാം, റിപ്പോർട്ട് ആവാം, സജഷൻ ആവാം, എന്തുമാവാം, അതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ 2 തരമാണുള്ളത്, വെർട്ടിക്കലും ഹൊറിസോണ്ടലും. വെർട്ടിക്കലിൽ തന്നെ 2 ഉണ്ട്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും. അത് 2 നമ്മളിപ്പോൾ പറഞ്ഞു. ആൻഡ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് വാട്ട് ഈസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ take place when 2 individuals of the same level exchange information. Okay, horizontal communication is used by the same level officers to solve the problems of similar nature and profit by the experience of other people. The subject matter of horizontal communication includes information, requests, suggestions, mutual problems and coordination related ഇൻഫർമേഷൻ. എന്താ പറയുന്നത്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിലുള്ള ആളുകൾ, ഒരേ പൊസിഷനിലുള്ള ആളുകൾ, ഒരു കമ്പനിയിൽ ഒരേ പൊസിഷനിലുള്ള ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതൊരു പക്ഷേ അവരുടെ കംപ്ലൈൻ്റ് ആയിരിക്കാം, സജഷൻസ് ആയിരിക്കാം, റിപ്പോർട്ടായിരിക്കാം, പോളിസീസ് ആയിരിക്കാം, എന്തുമായിരിക്കാം, അവരുടെ ഒരു പ്രോബ്ലം സോൾവിങ് ആയിരിക്കാം, എന്തുമാവാം. പക്ഷേ ഒരേ ലെവലിൽ, ഒരേ പൊസിഷനിലിരിക്കുന്ന ആളുകൾ, ഒരേ ലെവലിലുള്ള ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ പറയുന്നതാണ് ഹൊറിസോണ്ടൽ. ഫോർമൽ കമ്മ്യൂണിക്കേഷനെ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ്. എന്താണ് റിപ്പോർട്ട് റൈറ്റിംഗ്? ഇപ്പം നമ്മൾ എ റിപ്പോർട്ട് ഈസ് എ റിട്ടൺ റെക്കോർഡ് ഓഫ് യു ഹാവ് സീൻ. എന്താ പറയുന്നത്, നമ്മൾ കണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് എഴുതുക, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു നടന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊരു റിപ്പോർട്ട് എഴുതുന്നു. ഹിയർഡ്, ഡൺ ഓർ ലുക്ക്ഡ് ഇൻ ടു. ഇറ്റ് ഈസ് എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് മെത്തഡോളജിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് റിസൾട്ട് ഫ്രം ആൻ ഇവൻറ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്. എന്താ പറയുന്നത്, ഒരു ഫാക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരു ഇവന്റ് ഓൾറെഡി ഒക്കേർഡ്, എന്താണ്, അത് കഴിഞ്ഞു പോയ ഒരു നടന്ന കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ എഴുതുന്നതോ ആണ് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പോർട്ട്സ് ആർ എ സോർട്ട് ഓഫ് റിട്ടൺ അസസ്മെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ വാട്ട് യു ഹാവ് ലേൺഡ് ത്രൂ യുവർ റീഡിംഗ്, സ്റ്റഡി ഓർ എക്സ്പീരിയൻസ്, ആസ് വെൽ ആസ് ടു പ്രൊവൈഡ് യു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് എ ക്രൂഷ്യൽ സ്കിൽ ദാറ്റ് ഈസ് ഓഫ്റ്റൻ യൂസ്ഡ് ഇൻ ദ ബിസിനസ്. എന്താ പറയുന്നത്, റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ ഒരു ഫാക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ
ഒരു ഇവന്റ് ദാറ്റ് ഈസ് ഓൾറെഡി ഒക്കേർഡ് അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ എഴുതുന്ന ഒരു റിട്ടൺ ഫോമാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ റിപ്പോർട്ട് എഴുതുന്നതിന് എന്താണ് ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് എന്താ വേണ്ടത്? ടൈറ്റിൽ ഓർ ഹെഡിങ് വേണം. ഓക്കെ, ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു ടൈറ്റിലോ ഒരു ഹെഡിങ്ങോ മസ്റ്റായിട്ട് വേണം. അത് എന്ത് വേണം? യൂസ് എ പ്രോപ്പർ ആൻഡ് ക്രിയേറ്റീവ് ആൻഡ് കാച്ചി ഹെഡിങ് റിലേറ്റഡ് ടു ദ സ്റ്റോറി. എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിനെ നമ്മളിപ്പോൾ ആ ഒരു ഹെഡിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വായിക്കാൻ തോന്നണം. എന്താണ് അതിനകത്ത് എന്നുള്ള കാര്യം നമുക്ക് വായിക്കാൻ കഴിയുന്ന രീതിയിൽ വേണം നമ്മൾ ഒരു സ്റ്റോറിക്ക് ഒരു ഹെഡിങ് കൊടുക്കാൻ. ഇറ്റ് ഈസ് വെരി അട്രാക്റ്റീവ് ആൻഡ് കാച്ചി. ഓക്കെ, ആൻഡ് റിപ്പോർട്ടഡ് ബൈ ഇൻ ന്യൂസ് പേപ്പർ ടെർമിനോളജി ദിസ് ഈസ് നോൺ ആസ് ബൈ ലൈൻ. ഇപ്പം എന്താണ്? പ്ലേസും ഡേറ്റും നമ്മൾ കൊടുത്തിരിക്കണം, മസ്റ്റാണ്. ആൻഡ് ഇൻട്രൊഡക്ഷനിൽ എന്തുണ്ടായിരിക്കണം? മസ്റ്റ് ബി ഫാക്ച്വൽ, ക്രിസ്പ് ആൻഡ് കൺസൈൻ. ഇറ്റ് ഷുഡ് ബി ജനറലി കവേർഡ് 4W ആൻഡ് 1H ഓഫ് ടോപ്പിക്. ഇപ്പം നമ്മൾ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ WH ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ അതിനകത്ത് ഉണ്ടായിരിക്കണം ആ ഒരു ഇൻട്രൊഡക്ഷനിൽ. അതെങ്ങനെയാണ്? 4W ക്വസ്റ്റ്യൻസും ആൻഡ് 1H ഓഫ് ദ ടോപ്പിക് ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ്? വാട്ട്, when, where, who, why and how. Okay, what, when, where, who, why and how. Okay, ഈ ഒരു കാര്യങ്ങൾ ആ ഇൻട്രൊഡക്ഷനിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് വരുന്നതാണ് ബോഡി ഓഫ് കണ്ടന്റ് എക്സ്പ്ലെയിൻ. പിന്നെന്താണ്? ആ ഒരു ബോഡി ഓഫ് ദ കണ്ടന്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ അടുത്തത് എന്താണ്? കൺക്ലൂഷൻ. ഇൻ ദ കൺക്ലൂഷൻ പാർട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ദ സ്റ്റോറി ഈസ് മെൻഷൻ. ആ സ്റ്റോറിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഫ് യു ആർ covering any event, you have the liberty to add the list of participants or attendees who thrown to the event. എന്താ പറയുന്നത്? ഒരു കൺക്ലൂഷനാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ആ കൺക്ലൂഷനിൽ എന്തായിരിക്കണം? ആ സ്റ്റോറിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോർഷൻ നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിപ്പോർട്ട് റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹെഡിങ് ഉണ്ടായിരിക്കണം, ഡേറ്റ് ആൻഡ് പ്ലേസ് ഉണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷനിൽ 5W ക്വസ്റ്റ്യൻസും 1 how ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? നമ്മൾ അതിൻ്റെ കണ്ടന്റ്, ബോഡി ഓഫ് ദ കണ്ടന്റ് നമ്മൾ എലാബറേറ്റ് ചെയ്ത് എഴുതണം. ഒരു കൺക്ലൂഷനും ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ ആ ഹെഡിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ റിപ്പോർട്ട് നമുക്ക് വായിക്കാനുള്ളത് കഴിയണം. അതിനനുസരിച്ചുള്ള അങ്ങനെയുള്ള ഹെഡിങ്ങുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് വായിച്ച് നോക്കണം. ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.